മനുഷ്യനിർമ്മിതമാണ് ഉപഗ്രഹങ്ങളൊക്കെ. അവ ബഹിരാകാശത്തേക്ക് നിരന്തരം അയച്ചുകൊണ്ടിരിക്കുന്നു. ഓരോന്നിനും ഓരോ ധർമ്മമുണ്ട്. അതിൽ നമ്മൾ ഏറെ മികവ് പുലർത്തിയിരിക്കുന്നു. മറ്റ് പല രാഷ്ട്രങ്ങൾക്കും കഴിയാത്ത വിധത്തിൽ നമ്മുടെ ISRO വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്നു. അമേരിക്കയ്ക്കും സോവിയറ്റ് യൂണിയനും, ഇപ്പോൾ റഷ്യ കാര്യമായ റിസൾട്ട് ഒന്നും ഉണ്ടാക്കുന്നില്ല. അമേരിക്കയ്ക്കും സോവിയറ്റ് യൂണിയനും അതിന് തുടർച്ച റഷ്യയ്ക്കും പിന്നെ ചൈനയ്ക്കും മാത്രം സാധിക്കുന്ന കാര്യങ്ങളാണ് ഇന്ത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ചൈനയ്ക്കും പറ്റാത്ത ഒരു കാര്യം ISROയുടെ ഇത്തരം കണ്ടുപിടുത്തങ്ങളും ഉപഗ്രഹ യാത്രകളും ബഹിരാകാശ സഞ്ചാരങ്ങളും ഒക്കെ വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ സംഘടിപ്പിക്കുന്നു എന്നതാണ്. അമേരിക്കയും സോവിയറ്റ് യൂണിയനും ഇക്കൂട്ടത്തിൽ പൈനിയേഴ്സ് ആണ്. അവർ ആദ്യം റെക്കോർഡിട്ട് ആകാശത്ത് ചെല്ലാൻ, ചന്ദ്രനിൽ ചെല്ലാൻ, സൂര്യനിൽ ചെല്ലാൻ മത്സരിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് അവർ ഒരിക്കലും പണത്തെ ഗൗരവമായി കണ്ടിട്ടില്ല. ചൈനയാവട്ടെ കുറച്ചുകൂടി സാങ്കേതിക മികവോടെ അമേരിക്കയ്ക്കും റഷ്യയ്ക്കും പറ്റിയ പാളിച്ചകൾക്ക് പരിഹാരമുണ്ടാക്കി ഗവേഷണ രംഗത്ത് മുമ്പോട്ട് പോകുന്നു. ഇന്ത്യ ആവട്ടെ ചെലവ് കുറഞ്ഞ വഴിയിലൂടെ ശാസ്ത്രത്തെ അത്ഭുതപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് ഇന്ത്യയുടെ ISROയുടെ കണ്ടുപിടുത്തങ്ങൾ മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് ഏറെ ശ്രദ്ധ നേടുന്നതും അത് ലോങ് ടേമിൽ ലോകത്തിന് മുഴുവൻ വെളിച്ചമാകുന്നതും. അതുകൊണ്ടാണ് മറ്റു പല രാഷ്ട്രങ്ങളും, പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങൾ പോലും ഇത്തരം ഉപഗ്രഹ വിക്ഷേപണത്തിന് ഇന്ത്യയെ തെരഞ്ഞെടുക്കുന്നത്.